ഷാഹി കബീർ, മാർട്ടിൻ പ്രക്കാട്ട്, ജിത്തു അഷറഫ് എന്നിവർക്ക് ഒപ്പം കുഞ്ചാക്കോ ബോബൻ ഒന്നിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന സിനിമയായിരുന്നു. എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിൽ അർപ്പിച്ച വിശ്വാസം ഒട്ടും ചോരാതെ കാത്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും മികച്ച ത്രില്ലർ ആക്ഷൻ സിനിമ തന്റെ ആദ്യ സംവിധാനത്തിലൂടെയാണ് പുറത്തുവന്നതെന്ന് സംവിധായകൻ ജിത്തു അഷറഫിനു അഭിമാനിക്കാം. ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ജോണറിലെത്തിയ ചിത്രം പ്രേക്ഷകർക്കു സമ്മാനിക്കുന്നത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത തിയേറ്റർ അനുഭവമാണ്. കുഞ്ചാക്കോ ബോബന്റെ വൺ മാൻ ഷോ ആണ് ചിത്രത്തെ സമ്പന്നമാക്കുന്നത്. അഞ്ചാം പതിരക്കും നായാട്ടിനും ശേഷം പോലീസ് ഓഫീസറായി അതിപ്രകടനമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. പല ഷെഡുകളുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ഹരിശങ്കർ എന്ന കഥാപാത്രത്തെ വളരെ പെർഫെക്റ്റ് ആയി കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹരിശങ്കറിന്റെ ഭാര്യ ഗീതയായി എത്തിയത് പ്രിയാമണിയാണ്. ശ്രദ്ധ നേടുന്ന അഭിനയ മികവുമായാണ് പ്രിയാമണി മലയാള സിനിമയിലേക്കു തിരിച്ചെത്തിയത്. എടുത്തു പറയേണ്ട അഭിനയ പ്രകടനവുമായി എത്തിയത് വില്ലനായി അഭിനയിച്ച ആനന്ദം ഫെയിം വൈശാഖ് നായരാണ്. കുഞ്ചാക്കോ ബോബന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഞെട്ടിപ്പിക്കുന്ന പ്രകടനമാണ് വൈശാഖ് കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ട വൈകാരിക പ്രകടനം കാഴ്ചവെച്ച മറ്റു താരങ്ങൾ ജഗദീഷ്, മനോജ് കെ.യു, ഉണ്ണിലാലു, മീനാക്ഷി അനൂപ് തുടങ്ങിയവരാണ്. ഡാൻസറായ റംസാൻ, ശ്യാം ബാബു എന്ന മറ്റൊരു വില്ലൻ കഥാപാത്രം മികവുറ്റതാക്കി. ഈ സിനിമ കണ്ടവർ ഉണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക. എന്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയറും ലൈക്കും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയ സിനിമയുടെ റിവ്യൂമായി വീണ്ടും കാണാം.